ഇന്ന് നമുക്ക് ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് സെപ്പറേറ്റ്, യെല്ലോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. വൈറ്റ് സെപ്പറേറ്റ്, യെല്ലോ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വച്ചേക്കുക 2 ബൗളിൽ. വേറെ ഒരു ബൗളിൽ കേക്കിന് ആവശ്യത്തിനുള്ള 1 കപ്പ് മൈദ എടുത്തേക്കുക. എനിക്ക് 4 സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂണിൻ്റെ പകുതി സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത കൂട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്ക് എടുക്കാം. അതൊന്ന് മാറ്റി വയ്ക്കാം. കേക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എഗ് വൈറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാം. പതപ്പിച്ച് എടുത്ത് വെച്ചേക്കുന്ന എഗ് വൈറ്റിലേക്ക് 3/4 കപ്പ് ഷുഗർ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. ആ ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പതുക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഷുഗർ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും അങ്ങോട്ട് തെറിച്ചു പോകാൻ സാധ്യത ഉണ്ട്. ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തേച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് കഴിഞ്ഞേച്ച് ഇതിലേക്ക് ഈ കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് പതുക്കെ ഒന്ന് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. 3 മുട്ടയുടെ മഞ്ഞൾ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്യാം. ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തേച്ച് വാനില എസൻസ് ഒരു 1/4 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കേക്ക് ഞാൻ അടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. മൈക്രോവേവ് അവനിൽ വെച്ച് ഉണ്ടാക്കുന്നില്ല. അതിനു വേണ്ടി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പോലെ നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള ബേക്കിംഗ് ബൗൾ എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നന്നായിട്ട് തട്ടി കൊടുക്കാം. ഇതൊന്ന് അടുപ്പത്തിൽ വെച്ച് കൊടുത്തേച്ച് അടപ്പെടുത്ത് അടച്ച് വെച്ച് നമുക്ക് ബേക്ക് ചെയ്യാം. ഇതൊന്ന് 45 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ച് ബേക്ക് ചെയ്യാം. അത് കേക്ക് 45 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്കൊരു ടൂത്ത് സ്റ്റിക്ക് എടുത്തിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. കുത്തി നോക്കുമ്പം അതിൻ്റെ മാവിൻ്റെ അംശമൊന്നും കാണത്തില്ല. മാവൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ആ പരുവമാണ് നമുക്ക് വെന്ത് കിട്ടുന്ന പരുവം. കേക്ക് റെഡി ആയിട്ടുണ്ട്. പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് കേക്കാണ്. കേക്ക് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് ആയിട്ടുണ്ട്, കണ്ടോ? തൊട്ട് നോക്കുമ്പോൾ നല്ല സ്പോഞ്ച് ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കേക്കാണ്. ഇനി ഇതിന് വേണ്ടി നമുക്കൊരു സിറപ്പ് തയ്യാറാക്കാം. അതിന് 1/2 കപ്പ് വെള്ളം എടുത്ത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്ക് അതൊന്ന് വെയിറ്റ് ചെയ്യാം. കേക്ക് 3 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ നമ്മൾ സിറപ്പ് എടുത്ത് വെച്ചല്ലോ, ഷുഗർ വെച്ച് നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഡബിൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. ഡാർക്ക് കോമ്പൗണ്ട് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മെൽറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മൈക്രോവേവ് അവനിൽ വെച്ചിട്ടും നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ലെയർ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 3 ലെയറും ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് നമുക്ക് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ. നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ.